ഞാൻ ജോർജ്, മകനായ ഐസക് അച്ഛൻ, കർത്താവിൽ പ്രിയ വിശ്വാസികളെ, ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ അമേരിക്കയിലെ ഞാൻ പോയിട്ടുള്ള ദേവാലയങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് ആരാധനകളും അതുപോലെ മറ്റ് എല്ലാ ക്രമീകരണങ്ങളും നടന്നു കണ്ടു എന്നതിൽ അനൽപമായ സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ. രണ്ടാമതായിട്ട് അവിചാരിതമായിട്ടാണ് ഇവിടെ വരുവാനായിട്ട് ഇടയായത്. പാഷൻ വീക്കിൻ്റെ സർവീസ് നടത്തുവാൻ തക്കവണ്ണം ക്ഷണിച്ചു. അത് കഴിഞ്ഞ് മടങ്ങി പോകുവാനായിട്ടാണ് ഇരുന്നത്. എന്നാൽ ഇവിടെ ഷിക്കാഗോയിൽ എൻ്റെ സ്നേഹിതൻ മിസ്റ്റർ ജോയ്, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ, അതുപോലെ ജോർജ് ഷമ്മാശൻ, വെള്ളമണ്ണൂർ ഞങ്ങൾ തൊട്ടടുത്ത സ്ഥലമാണ്. ഷമ്മാശനുമായിട്ട് എൻ്റെ ചെറുപ്പം മുതലുള്ളതായ ദീർഘനാളത്തെ പരിചയം, അതുപോലെ തന്നെ അച്ഛൻ ഷമ്മാശൻ്റെ ചേട്ടൻ കോശി അച്ഛൻ്റെ മക്കൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അവർ പഠിപ്പിച്ചിട്ടുണ്ട്. ആയതിനാൽ അവരുമായിട്ടുള്ള ബന്ധം ആ നിലയിലാണ് ഇവിടെ വരുവാനായിട്ട് എനിക്ക് ഇടയായത്. ഏതായിരുന്നാലും അമേരിക്ക എന്ന് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കാണുവാനിടയായത് ഒരു സന്തോഷമായി. കാണാൻ സാധിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നതല്ല. പെട്ടെന്ന് ലഭിച്ച ഒരു ഇൻവിറ്റേഷൻ, അതനുസരിച്ച് ഉടനെ പോരുകയാണ് ചെയ്തത്. ലഭിച്ച എല്ലാ സൗകര്യങ്ങൾക്കും ദൈവത്തോടും ക്രമീകരണം ചെയ്തു തന്നവരോടുമുള്ളതായ നന്ദി രണ്ടാമതായിട്ട് ഞാൻ അറിയിക്കട്ടെ. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് വായിച്ചു കേട്ട അധിക വചനത്തിൽ നിന്നും ചില ചിന്തകൾ മാത്രം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പരിശുദ്ധനായ പത്രോസ്ലീഹ 3 സുവിശേഷങ്ങളിൽ കൂടെ തനിക്ക് ക്രിസ്തുവുമായുള്ള സ്നേഹത്തെ, ബന്ധത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. മരിക്കുന്നതിന് പോലും ഒരുക്കമുള്ളവനായി തൻ്റെ സന്നദ്ധത പ്രകടിപ്പിക്കുന്നു. എന്നാൽ എല്ലാവർക്കും അറിവുള്ളതുപോലെ ആ ക്രൂശാരോഹണ സമയത്ത് 3 പ്രാവശ്യം തന്നെ യേശുവിനെ താൻ തള്ളിപ്പറയുന്നു. ഇതിനെല്ലാം പര്യവസാനമായിട്ട് ഇന്ന് പരിശുദ്ധ പത്രോസിനെ നമ്മുടെ കർത്താവ് വിളിച്ച് തന്നുള്ള സ്നേഹത്തെ ഉറപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് വചനങ്ങളിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഇവിടെ എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ള ഒരു ചിന്ത, ഏതു മനുഷ്യനും വന്നു ചേരാവുന്ന, ജീവിതത്തിൽ വന്നുകൂടാവുന്ന ഒരു പാകപ്പിഴയാണ്, ഒരു ഫോൾട്ടാണ് ഇത് എന്ന് പറയുന്നത്. ബോധപൂർവം അല്ല. കാരണം ബോധപൂർവം തന്നെ തള്ളിപ്പറയുവാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അതിങ്ങനെ ആയിരിക്കില്ല. കർത്താവിന് പിന്നാലെ പോകുന്ന ഒരു ശിഷ്യനെയാണ് പത്രോസിൽ നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവൻ രക്ഷിക്കാനുള്ളതായ ഒരു ആഗ്രഹത്താൽ വന്നുകൂടിയ ഒരു പിശക് മാത്രമാണ് ഈ തള്ളിപ്പറച്ചിൽ എന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. സഹോദരങ്ങളെ, ഈ അവസരത്തിൽ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാം ഓരോരുത്തരും സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടവരാണ്. അതിൽ നിന്നുള്ള ഒരു ഉദ്ധാരണം, വിമോചനം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ബന്ധം ദൈവത്തിലായിരിക്കണം. മനുഷ്യപ്രകാരം ചിന്തിച്ചാൽ മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കാതിരിക്കുക എന്നത് മാനുഷികമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുക എന്നത് ദൈവികമാണ്. ദൈവത്തിൽ നിന്നുള്ളവർക്ക് മാത്രമേ സന്തോഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവബന്ധത്തിൽ മാത്രമേ എല്ലാവർക്കും സന്തോഷിക്കുവാൻ സാധിക്കുകയുള്ളൂ.
എല്ലാവരുടെയും ലക്ഷ്യം സന്തോഷമാണ്. നമ്മുടെ അധ്വാനവും സന്തോഷത്തിന് വേണ്ടിയാണ്. പക്ഷേ എത്ര പണമുണ്ടെങ്കിലും സന്തോഷം മാത്രം വില കൊടുത്ത് വാങ്ങുവാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തുക? അതെ, ദൈവത്തിൽ നിന്ന് മാത്രമേ ഒരു മനുഷ്യന് യഥാർത്ഥമായ നിത്യമായ സന്തോഷം പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ മാലാഖമാർ പറയുന്നുണ്ട്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതെ, ക്രിസ്തുവിന്റെ ജനനം സന്തോഷമായിരുന്നു, സന്തോഷ കാരണമായിരുന്നു. നമ്മുടെ ജനനമോ നമ്മുടെ വളർച്ചയോ നമ്മുടെ ജീവിതമോ മറ്റുള്ളവർക്ക് സന്തോഷമാണോ ദുഃഖമാണോ നൽകുന്നത് എന്ന് ചിന്തിച്ചതിന് ശേഷമേ ഈ പരിശുദ്ധ പത്രോസിനെ പറ്റിയുള്ള ഒരു പരാമർശം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാവൂ. കാരണം ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറാണ് എന്ന് പല പ്രാവശ്യം പരിശുദ്ധനായ പത്രോസ് ആവർത്തിച്ച് കർത്താവിനോട് പറഞ്ഞു. നമ്മളാവട്ടെ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? തന്നെയുമല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിത ലക്ഷ്യം നമുക്ക് സുഖമുണ്ടാവണം, നമുക്ക് സന്തോഷമുണ്ടാവണം എന്ന് മാത്രമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതാണ് ദൈവികമായ പദ്ധതിയും ദൈവികമായ അനുഭവവും. ക്രിസ്തു ജനിച്ചത് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുവാനായിട്ടാണ്. നമ്മുടെ ജീവിതവും നമ്മുടെ വളർച്ചയും നമ്മുടെ ജീവിത ലക്ഷ്യവും എന്ത് എന്ന് ഇവാലുവേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഈ അവസരം ഉപയോഗിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ട്, നമ്മുടെ ജീവിതത്തിന് വാല്യൂ നൽകുന്നത് നാം തന്നെയാണ്. നമ്മുടെ മലയാളത്തിൽ കവി പാടിയിട്ടുണ്ട്, നമുക്ക് നാമേ പണിമത് നാഗം നരകവും അതുപോലെ. അതെ, നമ്മുടെ ജീവിതത്തിന് വില കൽപ്പിക്കുന്നത് നാം തന്നെയാണ്. ഒരു ഉദാഹരണം പറയുവാൻ ആഗ്രഹിക്കുന്നു. മഴയുള്ള ഒരു കാലത്ത് ധനികനായ ഒരു മനുഷ്യൻ ഞായറാഴ്ച രാവിലെ ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. നല്ല കാര്യമാണ് അല്ലേ? പക്ഷേ വഴി യാത്രയിൽ ഒരു ഒറ്റത്തടി പാലത്തിലൂടെ ഒരു കടവ് അല്ലെങ്കിൽ തോട് അല്ലെങ്കിൽ ആറ് എന്നൊക്കെ പറയാം കടന്നു പോകേണ്ടതായിട്ട് വന്നു. അദ്ദേഹത്തിന് ആ നീന്തൽ വശമില്ല, ദേവാലയത്തിൽ പോയേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ആ ഒറ്റത്തടി പാലത്തിലൂടെ ആ മനുഷ്യൻ കടന്നുപോയി. നിർഭാഗ്യവശാൽ ആ യാത്രാമധ്യേ, ആ ഒറ്റത്തടി പാലത്തിൽ കൂടെയുള്ള യാത്രാമധ്യേ അദ്ദേഹം വെള്ളത്തിൽ വീണു. നീന്തൽ വശമില്ലാത്തതിനാൽ നിലവിളിച്ചു. അപ്പോൾ അതാ ഒരു സാധാരണ കർഷകൻ, അതായത് സാധാരണക്കാർക്ക് മാത്രമേ ഇങ്ങനെയുള്ള അത്യാഹിത സന്ദർഭങ്ങളിൽ ഓടി വരുവാനായിട്ട് തോന്നുകയുള്ളൂ. ഒരു കർഷകൻ ഓടി വന്ന് ആ വെള്ളത്തിൽ ചാടി ഈ ധനികനായ മനുഷ്യനെ എടുത്തുകൊണ്ട് കരയിൽ എത്തിച്ചു. നിമിഷമാത്രയിൽ ആ മനുഷ്യൻ നന്ദി പറഞ്ഞു പോയിരുന്നുവെങ്കിൽ ആ കർഷകന് യാതൊരു ദുഃഖവും ഉണ്ടാവുമായിരുന്നില്ല. ആ മനുഷ്യൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് അത് ഏറ്റവും ചെറിയൊരു തുക നാണയം ഈ കർഷകന് പാരിതോഷികമായി നൽകി. സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു പ്രതികരണം ഈ സാധു കർഷകനിൽ നിന്നും ഉണ്ടായി. അയാൾ കോപിച്ചു. കോപമൂത്തപ്പോൾ പിന്നെ എന്താ ചെയ്യുക? എടുത്തിയ ആളിനെ, കൊണ്ടുവന്ന് രക്ഷിച്ച ആളിനെ അതുപോലെ തന്നെ വാരിയെടുത്തു. എവിടേക്കായിരിക്കും കൊണ്ടുപോയത്? നിങ്ങൾ ഊഹിച്ചതുപോലെ തന്നെയാണ്, തോട്ടിലേക്ക് തന്നെയാണ്. തോട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ മനുഷ്യനെ ഈ കർഷകൻ ഉയർത്തിയെടുത്തു, പൊക്കിയെടുത്തു. അപ്പോൾ അതാ ഒരശരീരി കേൾക്കുന്നു. എന്താ അശരീരി എന്നറിയാമോ? അരുത്, വിലക്കുകയാണ്. എന്താ പറഞ്ഞെന്നറിയാമോ? ആ മനുഷ്യന്റെ വിലയാണ് തന്നത്, അധികം ഒന്നും ചോദിക്കരുത്. ആരാ പറഞ്ഞത്?
ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ഒരു സന്യാസി. അതെ, സന്യാസികൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഇവാലുവേഷൻ കറക്റ്റായിട്ട് പറയുവാൻ സാധിക്കുകയുള്ളൂ. കാരണം കുടുംബജീവിതത്തെ പറ്റി പോലും ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത് സന്യാസികളാണ്. കാരണം അവർ സർവസംഘ പരിത്യാഗികളാണ്. അതുകൊണ്ട് ഓരോന്നിൻ്റെയും യഥാർത്ഥമായ നിരത്തി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ആ സന്യാസിയുടെ വാക്ക് ഈ സാധു കർഷകൻ അനുസരിക്കുകയാണ്. അയാൾ കൊടുത്തത് മാത്രം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് കർഷകൻ മടങ്ങിപ്പോയി. ഇവിടെ ലജ്ജിതനായത് ആരാണ്? ആ ധനവാനായ മനുഷ്യൻ. എന്താണ് അതിന്റെ കാരണം? ആ ധനികനായ മനുഷ്യന് തൻ്റെ ജീവന്റെ വിലയായി ആ ഒരു ചെറിയ നാണയം മാത്രമേ കാണുവാനായിട്ട് കഴിഞ്ഞുള്ളൂ. യൂദ കർത്താവിനെ ഒറ്റക്കൊടുത്തപ്പോൾ, ചൂണ്ടിക്കാണിച്ചപ്പോൾ വിലയായിട്ട് എത്ര പണം മാത്രമാണ് ചോദിച്ചത്? 30 വെള്ളിക്കാശ് മാത്രമേ ചോദിച്ചുള്ളൂ, അല്ലേ? എത്ര കൂടുതൽ ചോദിച്ചിരുന്നെങ്കിലും ലഭിക്കുമായിരുന്നു. പക്ഷെ എന്താണ് അവിടെ ചെയ്തത്? യേശുവിന് യൂദ 30 വെള്ളിക്കാശ് മാത്രമേ വിലയിട്ടുള്ളൂ. കാരണം എന്താ? അന്നത്തെ ഒരു അടിമയുടെ വില എന്ന് പറയുന്നത് 30 വെള്ളിക്കാശാണ്. അതുകൊണ്ട് തനിക്ക് അത് മതി എന്ന് കണ്ട് ആ പണം സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ ഒറ്റക്കൊടുക്കുകയാണ് യൂദ ചെയ്തത്. രണ്ടാമതായിട്ട്, ജീവിതത്തിന് വിലയുണ്ടാകുന്നത് എങ്ങനെയാണ്? ഇവിടെ ഞാൻ ജീവിതത്തിന് വില നിശ്ചയിക്കുന്നത് അവനവൻ തന്നെയാണ് എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് വീണ്ടും ഒരുവന് തൻ്റെ ജീവിതത്തിന് വില ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അതും അവനവൻ തന്നെയാണ്. മറ്റാർക്കും നമുക്ക് ആ കറക്റ്റായിട്ടുള്ള വാല്യൂ നിശ്ചയിക്കാൻ സാധിക്കില്ല. വില ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ത്യാഗങ്ങൾ സഹിക്കണം. അമ്മയുടെ സ്നേഹത്തിന് വില എങ്ങനെയാണ് അറിയുന്നത്? അമ്മ കുടുംബത്തിന് വേണ്ടി സഹിക്കുന്ന ആ ത്യാഗത്തിന്റെ വിലയാണ് അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഉദാഹരണം കൂടി പറയുകയാണ്. ഓടക്കുഴൽ കണ്ടിട്ടുണ്ടല്ലോ. എന്താ അതിന്റെ പ്രത്യേകത? കുറെ തുളകൾ ആ കുഴലിനുണ്ടായിരിക്കും, ഓടക്കുഴലിനുണ്ടായിരിക്കും. അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. എല്ലാവർക്കും തങ്ങളുടെ ജീവിതം മധുരഗാനം പൊഴിക്കുന്ന ഓടക്കുഴൽ പോലെ ആയിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ തങ്ങളുടെ ജീവിതത്തിൽ തുളകൾ വീഴുവാനായിട്ട് ആരും അനുവദിക്കുകയില്ല. തുളകൾ ഉണ്ടെങ്കിൽ മാത്രമേ മധുരഗാനം ഓടക്കുഴലിൽ നിന്ന് പുറപ്പെടുകയുള്ളൂ. ഇതുപോലെ തങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളും വേദനകളും ദുഃഖങ്ങളും എല്ലാം സന്തോഷത്തോടെ സഹിക്കുവാൻ കഴിയുന്ന വ്യക്തിക്ക് മാത്രമേ തങ്ങളുടെ ജീവിതം മധുരഗാനം പൊഴിക്കുന്ന ഓടക്കുഴൽ പോലെ ആകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതമായി പരിണമിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. മൂന്നാമതായിട്ട്, 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1 മുതൽ കാണുന്ന ഏതാനും വാക്യങ്ങളിലെ ഒരു കൊച്ചു ബാലികയുടെ അനുഭവം പറയുകയാണ്. ആ സംഭവത്തിന്റെ ചുരുക്കം ഇതാണ്. ഇസ്രായേൽ രാജാവ് തോറ്റുപോയതായ സ്ഥാനത്ത് ഇസ്രായേലിലെ ഒരു കൊച്ചു ബാലികയ്ക്ക് ജയിക്കുവാൻ സാധിച്ചു. കാരണം എന്താ? രാജാവ് രാജ്യത്തിന്റെ അഭിമാനമാണ്, അലങ്കാരമാണ്, അധികാരിയാണ്, എല്ലാം ശരി. പക്ഷേ അദ്ദേഹം തോറ്റുപോയി. കേവലം ഒരു കൊച്ചു ബാലിക അവിടെ വിജയിക്കുന്നു. കാരണം എന്താണ്? വിജയത്തിന്റെ മന്ത്രം അവനവനെ ആശ്രയിച്ചിരിക്കുന്നു. ഈ ബാലിക ആരാം രാജാവിന്റെ
സർവ സൈന്യാധിപനായിരിക്കുന്ന നയമാന്റെ ഭവനത്തിൽ ജോലിക്കാരിയാണ്. അവിടെ ശുശ്രൂഷയിലായിരുന്ന കാലഘട്ടത്തിലാണ് ഈ ബാലിയെ അറിയുന്നത് തൻ്റെ യജമാനൻ ഒരു കുഷ്ഠരോഗിയാണ് എന്ന്. ന്യായമായിട്ടും ആ പെൺകുട്ടിക്ക് സന്തോഷിക്കാമായിരുന്നു, അല്ലേ? എന്താ, എങ്ങനെയൊക്കെ സന്തോഷിക്കാം? തൻ്റെ രാജ്യത്തെ, ഇസ്രായേൽ രാജ്യത്തെ കൊള്ള ചെയ്തു, ആക്രമിച്ചു, കീഴ്പ്പെടുത്തി, എല്ലാം പോരാഞ്ഞിട്ട് തന്നെ അടിമയായിട്ട് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ദൈവം കൊടുത്ത ശിക്ഷയാണ്. സ്വാഭാവികമായിട്ടും പറഞ്ഞു, അങ്ങനെ പറയാറുള്ളൂ. ഈ ബാല്യ അങ്ങനെയുള്ളതും പറഞ്ഞു ഇല്ല. പിന്നെ എന്താ ചെയ്തത്? തൻ്റെ യജമാനൻ കുഷ്ഠരോഗിയാണ് എന്നറിഞ്ഞപ്പോൾ യജമാനന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, തൻ്റെ രാജ്യത്ത് ഒരു വലിയ പ്രവാചകനുണ്ട്, അവന്റെ സന്നിധിയിൽ ഈ യജമാനൻ പോവുകയാണെങ്കിൽ ആ പ്രവാചകൻ അവനെ സൗഖ്യമാക്കിയേക്കും. ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, ഒരു പ്രശ്നമുണ്ടായപ്പോൾ ബാലിയ ദൈവത്തെയും ദൈവമനുഷ്യനെയും ഓർക്കുന്നു. ഇതേ പ്രസംഗത്തിന്റെ തന്റെ രാജ്യത്തുണ്ടായപ്പോൾ ഇവിടെ ഇങ്ങനൊരു ദൈവമനുഷ്യനോ ദൈവമുള്ളതായിട്ട് ഇസ്രായേൽ രാജാവ് ചിന്തിച്ചില്ല. ഇവിടെയാണ് ഇസ്രായേൽ രാജാവ് തോറ്റുപോയ സ്ഥാനത്ത് കൊച്ചു ബാലിക വിജയിക്കുന്നത്. നമ്മുടെ ജീവിതം ഒരു പരാജയമോ തോൽവിയോ ആകുന്നത് നമ്മളെ ആശ്രയിച്ച് മാത്രമാണ്. ഏത് മനുഷ്യനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാൻ എളുപ്പമാണ്. പക്ഷേ മറ്റുള്ളവരിൽ നന്മ കാണുവാൻ ഒരുവന് സാധിച്ചുവെങ്കിൽ മാത്രമേ അവന്റെ ജീവിതം വിജയിക്കുകയുള്ളൂ. അതിന് ശരിയായ കാഴ്ചശക്തി വേണം. ഒരുവന് യഥാർത്ഥമായ കാഴ്ചശക്തി എവിടെ നിന്നും ലഭിക്കുന്നു? ദൈവത്തിൽ നിന്നും മാത്രമാണ്. നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള ശക്തി ദൈവത്തിൽ നിന്നും മാത്രമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണെന്ന് ശലോമോൻ രാജാവ് പ്രസ്താവിച്ചിരിക്കുന്നത്. അതിന് മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. ഒരു ക്ലാസ്സില് സമർത്ഥരായ കുട്ടികൾ, പഠനത്തിൽ അവർ സമർത്ഥരെങ്കിലും പെരുമാറ്റത്തിൽ, സഹവർത്തിത്വത്തിൽ അവർ വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവ സമുദ്രത്തിനായി അധ്യാപകൻ ഒരു നല്ല മോറൽ ടീച്ചറിനെ ആ ക്ലാസ്സിലേക്ക് അയച്ചു. ആ അധ്യാപകൻ ചെന്ന് ഓരോരുത്തരെയും കണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെയും ചോദിച്ചറിഞ്ഞു. അതിനുശേഷം ഈ അധ്യാപകൻ ഒരു വലിയ വൈറ്റ് പേപ്പർ എടുത്ത് അവരുടെ മുമ്പിൽ കാണിച്ചു. നിങ്ങൾ എന്ത് കാണുന്നു? വൈറ്റ് പേപ്പർ. രണ്ടാമത് എല്ലാവരുടെയും ശ്രദ്ധയിൽ തന്നെ ആ വൈറ്റ് പേപ്പറിന്റെ സെന്ററിൽ ഒരു കറുത്ത ഡോട്ടിട്ടു. അതിനുശേഷം വീണ്ടും അവരെ പേപ്പർ ഉയർത്തി കാണിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് കാണുന്നു എന്ന്. എല്ലാവരുടെയും ഉത്തരം എന്തായിരുന്നു അറിയാമോ? ഞങ്ങൾ ഒരു കറുത്ത പൊട്ട് കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അധ്യാപകൻ പറഞ്ഞു, ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. അതായത് നിങ്ങളെ ഒരു വലിയ വൈറ്റ് പേപ്പറിന്റെ മധ്യത്തിൽ ഒരു കറുത്ത ഡോട്ടിട്ടാണ് ഞാൻ കാണിച്ചതെങ്കിലും നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ കാണുവാനായിട്ട് സാധിച്ചില്ല. ആ കറുത്ത ഡോട്ട് മാത്രമേ കാണുവാൻ സാധിച്ചു. ഇതുപോലെയാണ് നിങ്ങൾ പരസ്പരം നോക്കുമ്പോൾ ഓരോരുത്തരിലുമുള്ള കറുത്ത പൊട്ടുകൾ മാത്രം കാണുന്നതിനാൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ല. ഇത് അവരുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ കുടുംബങ്ങളിലെയും സഭയിലെയും സമൂഹത്തിലെയും പ്രശ്നം ഇതുതന്നെയാണ്. മറ്റുള്ളവരിൽ ദൈവത്തെ കാണുവാൻ കഴിയുമ്പോൾ സ്നേഹിക്കുവാൻ മാത്രമല്ല കഴിയുക, പിന്നെയോ അവരെ സേവിക്കുവാനും നമുക്ക് കഴിയുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം സുവിശേഷങ്ങളിലൂടെ പഠിക്കുന്നത് മൂലമാണ്. ദൈവത്തിന്റെ വചനം ആരാധനകളിലൂടെ ആഘോഷിക്കുന്നതിലൂടെയാണ്. ദൈവത്തിന്റെ വചനം ജീവിതത്തിലൂടെ
സാക്ഷിക്കുന്നതിലൂടെയാണ് ക്രിസ്തീയ ജീവിതം ധന്യമാകുന്നത്. എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പത്രോസ്ലിഹായുടെ ഭാവി ജീവിതം എപ്രകാരം ക്രൈസ്തവ സമൂഹത്തിന് മാതൃകയായിരുന്നുവോ അപ്രകാരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നാം ആയിരിക്കുന്ന കാലഘട്ടത്തിലും പിന്നീട് തലമുറയ്ക്കും മാതൃകയാകുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇങ്ങനൊരു അവസരം ലഭിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ പാമ്പാടി സ്വദേശിയാണ്. ജന്മം കൊണ്ട് ജീവിതം കൊണ്ട് പത്തനാപുരം മൗണ്ട് താബോർ ദേവാലയമാണ്. ഞാൻ വൈദികനായി ആദ്യമായിട്ട് ശുശ്രൂഷ ചെയ്തത് ജരണം ചേപ്പാട് ഏവൂർ സെൻറ് മേരീസ് ദേവാലയത്തിലാണ്. തുടർന്ന് അവധിയെടുത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ പോകാനിടയായി. 83, 84, 85 വർഷങ്ങളിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ശുശ്രൂഷ ചെയ്യേണ്ടതായിട്ട് വന്നു. തുടർന്ന് വന്ന് തുമ്പോൾ മദ്രാസത്തിലെ ദേവാലയത്തിലാണ് ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പൂർണ്ണ വിശ്രമത്തിലാണ്. വൈദിക ശുശ്രൂഷയിൽ നിന്നും മറ്റ് ഔദ്യോഗിക തലങ്ങളിൽ നിന്നുമൊക്കെയും റിട്ടയർ ചെയ്ത് പത്തനാപുരം ദേവാലയം വിശ്രമ ജീവിതം നയിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചത്. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീണ്ടും വാക്കുവച്ചു.